Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumod and welcome to askTKF. എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യാതെ let's answer your questions. Okay, so the first question, bro, monitor overclock ചെയ്താൽ മോണിറ്ററിന് എന്തെങ്കിലും പറ്റുമോ? I have 60 Hz monitor now. I want to overclock to 75 Hz. ഈ മോണിറ്റർ ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റുന്ന മോണിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് യൂസ് ഉള്ളൂ. ചില മോണിറ്റേഴ്സ്, ചില ഹയർ എൻഡ് മോണിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അതിൻ്റെ റിഫ്രഷ് റേറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ടു ബി ഫ്രാങ്ക്, മോണിറ്റർ ഓവർക്ലോക്കിംഗ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഗിമിക്കാണത്. സോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, വർത്ത്ലെസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റൻ, i5 9th generation Cooler Master 550 wattsന്റെ ബ്രോൺസ് PSU ബെസ്റ്റ് GPU. ഓക്കെ, സോ ബെസ്റ്റ് GPU 550 watts PSU ആണ്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന യൂസ്ഡ് GTX 1660 സൂപ്പർ അല്ലെങ്കിൽ RX 6600 XT യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റൻ, AMD Ryzen 5600G GB B550M DS3H Wi-Fi നല്ല കോംബോ ആണോ? ഓക്കെ, കോമ്പിനേഷൻ തന്നെയാണ്, പക്ഷേ B450 ആണ് മദർ ബോർഡ്. സോ ബയോസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ബെറ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് B550 എടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റൻ, കെൻ ഐ പെയർ Ryzen 5700G വിത്ത് RTX 4070? ബോട്ടിൽ നെക്കിംഗ് ഇഷ്യൂ ഉണ്ടാകുമോ? കൻ യു സജസ്റ്റ് GPU? 5700G വിത്ത് 4070 വലിയ ബോട്ടിൽ നെക്കിംഗ് ഇഷ്യൂ ഒന്നും വരത്തില്ല. പക്ഷേ എന്നാലും ഒരു APU കമ്പൈൻ ചെയ്യുന്നത് അത്ര ഒരു റെക്കമെൻഡഡ് അല്ല. ഫ്യൂച്ചറിലൊരു പ്രോസസ്സർ നിങ്ങൾ ഡെഡിക്കേറ്റഡ് നല്ലൊരു പ്രോസസ്സറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. 4070 ഈസ് ഓക്കെ, നോ ഇഷ്യൂസ്. നെക്സ്റ്റ്, RX 6800 XT കാർഡ് റേറ്റ് പറയാമോ? ഫ്രഷ് ആൻഡ് സെക്കൻഡ് ഹാൻഡ്. 6800 XT GPU നമുക്ക് ഫ്രഷ് ആണെങ്കിൽ I think 57 റേഞ്ച് എന്തോ ആണ്. യൂസ്ഡ് ആണെങ്കിൽ 30 റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് പർപ്പസിന് ഇന്റൽ പ്രോസസ്സർ ആണോ Ryzen ആണോ ബെസ്റ്റ്? 12400 ഫോർ 5600F. ഈ രണ്ട് പ്രോസസ്സേഴ്സിനും അതിൻ്റേതായിട്ടുള്ള പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. ഈ പർപ്പസിന് നോക്കുവാണെങ്കിൽ സ്പെഷ്യലി 5600X ആയാലും 12400F ആയാലും അത്യാവശ്യം രണ്ടും ഡീസൻറ്റ് തന്നെയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ബാക്കി കോമ്പോണൻസിലുമാണ്. ഗ്രാഫിക്സ് കാർഡ് ഏതാണ്, SSD, RAM എത്രയാണ് ചൂസ് ചെയ്യുന്നത്, ഇതെല്ലാത്തിലും ഡിപ്പെൻഡ് ചെയ്യും. ഫ്യൂച്ചർ പ്രൂഫിംഗ് ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇന്റൽ 12400F നോക്കാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ 13 ജനറേഷനിലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന റീഫ്രഷ് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 5600X എടുക്കുന്നതിലും നല്ലത് 7600 എടുക്കുന്നതായിരിക്കും. സോ ഒരു ഫ്യൂച്ചർ AM5 പ്ലാറ്റ്ഫോമിലോട്ട് മൂവ് ആവുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ്, ആമസോൺ വഴി BenQ EX240 വാങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ സിംഗിൾ ഡെഡ് പിക്സൽ വന്നു. മോണിറ്റർ മാറ്റി കിട്ടുമോ എന്ന് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ആമസോൺ സെല്ലർ ആരാണോ അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. സോ ആമസോണിൻ്റെ റീഫണ്ട് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് പോളിസി ഇതെല്ലാം ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, 1080p റെൻഡറിങ് പറ്റുന്ന ഒരു ബിൽഡ് ഫുൾ യൂസ്ഡ് പാർട്സ് വെച്ച് ഏകദേശം എത്ര ബഡ്ജറ്റ് ആവും? ഓക്കെ, 1080p റെൻഡറിങ് യൂസ്ഡ് PC പാർട്സ് വെച്ചെന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാവുമെന്ന് ഇപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ഓരോ പാർട്സിൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ പ്രൈസ്, സെല്ലർ എത്രയാണോ പ്രൈസ് വെക്കുന്നത് അതിലെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. നമുക്കത് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് യൂസ്ഡ് മാർക്കറ്റ്സിലെ പ്രൈസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ആൻഡ് ഓൾസോ സെല്ലറിൻ്റെ ബേസിസിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ്ലി യൂസ്ഡ് പാർട്സ് വെച്ച് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. മോസ്റ്റ്ലി ഞാൻ ബിൽഡ് ചെയ്യുന്നത് GPU മാത്രമായിരിക്കും കൂടുതലും യൂസ്ഡ് നോക്കുന്നത്. ബാക്കി പാർട്സ് എല്ലാം ന്യൂ ആയിരിക്കും. സോ 1080p റെൻഡറിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം 3060 GPU വെച്ചുള്ളത് നമുക്ക് എന്തായാലും ഒരു 60 റേഞ്ചിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ഒന്നും ചെയ്തിട്ടില്ല. 60-70 റേഞ്ച് ആണെങ്കിൽ അത്യാവശ്യം ബേസിക് എൻട്രി ലെവൽ ബിൽഡ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, 50K PC ബിൽഡ് യൂസ്ഡ് GPU ഫുൾ സ്പെക്ക് പറയാമോ? ഓക്കെ, ഫുൾ സ്പെക്ക് 50K PC ബിൽഡിൻ്റെ ഈ കാണുന്ന ബിൽഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നോക്കാവുന്നതാണ്. യൂസ്ഡ് CPU നല്ലതാണ്. യൂസ്ഡ് CPU നിങ്ങൾ ഇൻ കേസ് നല്ല സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്, അത്യാവശ്യം വാറണ്ടി ഒക്കെ ഉണ്ട്, കണ്ടീഷൻ നല്ലതാണ്, അതിൻ്റെ പിൻസ് ബെൻഡ് ഒന്നും ആയിട്ടില്ല, വർക്കിംഗ് കണ്ടീഷൻ ആണ്, ടെമ്പറേച്ചേഴ്സും തെർമൽസും ഒക്കെ അണ്ടർ കൺട്രോൾ ആണ്, കുഴപ്പമില്ലെങ്കിൽ യൂസ്ഡ് CPUs നല്ലതാണ്. നെക്സ്റ്റ്, ഒരു ഫുൾ യൂസ്ഡ് PC 30K ആണ് ബഡ്ജറ്റ് വിത്ത് 6 core GPU 6 GPU പറ്റുമെങ്കിൽ റേറ്റ് എത്രയും? 30K റേഞ്ചിൽ ഒരു ഫുൾ യൂസ്ഡ് PC ഈ ഒരു സ്പെക്കിൽ എന്തായാലും പറ്റത്തില്ല. ഒരു 40-50 റേഞ്ച് ആകും. 6GB GPUവും 6 core ഉള്ള പ്രോസസ്സറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കൂടും. നെക്സ്റ്റ് ക്വസ്റ്റൻ, i5 12600K or 13500 ഫോർ ബഡ്ജറ്റ് ഗെയിമിംഗ്? ബഡ്ജറ്റ് ഗെയിമിങ്ങിൽ ഈ രണ്ട് പ്രോസസ്സേഴ്സിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഗ്രാഫിക്സ് കാർഡാണ് മെയിൻ നോക്കേണ്ടത്. ആൻഡ് ഓൾസോ ഈ 12600K ആൻഡ് 13500 എന്ന് പറയുന്ന അത്ര ലോ ബഡ്ജറ്റിൽ വരുന്ന പ്രോസസ്സേഴ്സ് ഒന്നുമില്ല. ഒരു മിഡ് റേഞ്ചിന് മേലോട്ട് വരുന്ന പ്രോസസ്സേഴ്സ് ആണ്. എനിവേസ് ഈ രണ്ട് പ്രോസസ്സേഴ്സും ഗെയിമിംഗ് യൂസിന് നല്ലതാണ്. മെയിൻ ഗ്രാഫിക്സ് കാർഡിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഈസ് ദെയർ എനി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ B660 ആൻഡ് B760? വിച്ച് ഷുഡ് ഐ ഗോ ഫോർ ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ്? ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് പർപ്പസിന് B660 ആയാലും 760 ആയാലും ഒരു കുഴപ്പമില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് B760 തന്നെ എടുക്കാനാണ്. ബിക്കോസ് പ്രൈസിൽ വലിയ വേരിയേഷൻ ഒന്നുമില്ല. I think 1000 rupeesന്റെ പ്രൈസ് വേരിയേഷൻ ഉള്ളൂ, ഡിപ്പെൻസ് ഓൺ മോഡൽ. സോ B760 ആയിരിക്കും നല്ലൊരു ചോയ്സ് ഇൻ കേസ് നിങ്ങൾ F സീരീസ് പ്രോസസ്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ.
K series processors ആണെങ്കിൽ Z790 or Z690 എടുക്കുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5600Gയുടെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ജി പി യു നിങ്ങളുടെ ബഡ്ജറ്റ് പറഞ്ഞിട്ടില്ല. എനിവേസ് ഇതിൻ്റെ കൂടെ നല്ല ജി പി യു എന്ന് പറയുമ്പം 1660 സൂപ്പർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. യൂസ്ഡ് 2060 സൂപ്പർ, 6600 XT, 6700 XT, RTX 3060 ഇതെല്ലാം നല്ല ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുക്കുന്നുണ്ട്. 85 Acer Nitro 7535HS ആണോ 12500H ആണോ ബെറ്റർ? ബോത്ത് RTX 3050. ഓക്കെ, ബോത്ത് RTX 3050 ആണെങ്കിൽ 3050യുടെ വാട്ടേജ് നോക്കണം. എത്ര വാട്ട്സിൻ്റെ 3050 ആണെന്നുള്ളത്. ചില മോഡൽസ് 60 വാട്ട്സ് ഉണ്ട്, ചിലത് 70 ഒക്കെ ഉണ്ട്. 90 വാട്ട്സ് റേഞ്ചിലുള്ള 3050 ആണെങ്കിൽ അത്യാവശ്യം ആ മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ Ryzen 5 7600X? ഐ ബിൽഡ് എ PC ഫോർ 1,65,700 rupees. ഓക്കെ, 7600Xൻ്റെ ഐഡിയൽ ടെമ്പറേച്ചേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. നമുക്കൊരിക്കലും അത് പ്രഡിക്റ്റ് ചെയ്യാനോ എക്സാക്ട്ലി ഇത്രയും ഐഡിയൽ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോ പ്രോസസ്സറിൻ്റെ സിലിക്കോൺ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യും അത്. സോ എപ്പോഴും 5 to 10 ഡിഗ്രീസിൻ്റെ വേരിയേഷൻ ഉണ്ടാകും. സോ ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പം 35, 40, 45 ആ റേഞ്ച് ഒക്കെ ഓക്കെയാണ്. ഈവൻ ചില പ്രോസസ്സേഴ്സിൽ 50 ഒക്കെ കണ്ടിട്ടുണ്ട്. സോ അത് ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റൻ, Intel i7 12700K ഓർ Ryzen 7 5800X 3D വിച്ച് ഈസ് ബെസ്റ്റ് ഫോർ ഗെയിമിംഗ്? സോ ഗെയിമിംഗ് വൈസ് നോക്കുവാണെങ്കിൽ 5800X 3D മോഡൽ അത്യാവശ്യം നല്ലതാണ്, കുറച്ചുകൂടി ബെറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഒരു എഡിറ്റിംഗ് PC സെറ്റപ്പ് ചെയ്യാൻ മിനിമം എത്ര റുപ്പീസിൽ ചെയ്യാം? സ്മൂത്തായി റൺ ചെയ്യണം. ആഫ്റ്റർ എഫക്ട്സ് പ്രീമിയർ പ്രോ ഒക്കെ സ്മൂത്തായി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം അല്ല, അത്യാവശ്യം കുറച്ച് മാക്സിമമിലോട്ട് പോകണം ബഡ്ജറ്റ്. എന്തായാലും ഒരു 60-70 റേഞ്ച് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ, ASRock Steel Legend B550 ഓർ MSI B50 Pro GB ഇതിലേതാണ് ബെസ്റ്റ്? ഈ മൂന്നും നല്ല ബ്രാൻഡ്സ് തന്നെയാണ് ഫ്രാങ്ക്ലി നോക്കുവാണെങ്കിൽ. ASRock Steel Legend അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബോർഡാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ B550 നല്ലൊരു ചോയ്സ്. ASRockൻ്റെ Steel Legend വൈറ്റ് ആൻഡ് ആ ഒരു തീം ഓക്കെ ആണെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ MSIയുടെ B550M Pro VDH മോഡലും അത്യാവശ്യം ഡീസൻറ്റ് ബോർഡാണ് വിത്ത് വൈഫൈ വരുന്നത്. ഗിഗാബൈറ്റിൻ്റെ നോക്കുന്നുണ്ടെങ്കിൽ B550M നോക്കാതെ ഗെയിമിംഗ് XL അല്ലെങ്കിൽ Elite സീരീസ് ഒക്കെ നോക്കാം. ഗെയിമിംഗിന് ബെസ്റ്റ് കറൻ്റ്ലി എന്തായാലും ഞാൻ ഈ രണ്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല. യൂസ്ഡ് RTX 3060 നോക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ 6600 XT GPU. നെക്സ്റ്റ് ക്വസ്റ്റൻ, Ryzen 5 5600X ഒരു സ്പെക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ടോ ഒന്ന് പറയാമോ? മോർ സജഷൻസ് എന്തെങ്കിലും? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങൾ എത്ര ബഡ്ജറ്റിലാണ് നോക്കുന്നത് അതും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഇതിൽ കോമ്പണൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആസ്യൂസിൻ്റെ ROG Strix B550F ഗെയിമിംഗ് വൈഫൈ മദർ ബോർഡും NZXT H210 ക്യാബിനറ്റും മാച്ച് ആകത്തില്ല. 210 എന്ന് പറയുന്നത് മിനി ITX സപ്പോർട്ട് ചെയ്യുന്ന കേസാണ്. സോ അതിൽ നിങ്ങൾ ഫുൾ സൈസ് ATX ബോർഡ് വെക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഏതർ കേസ് ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മദർ ബോർഡ് നിങ്ങൾ ചെറുതെടുക്കേണ്ടി വരും. സാംസങ്ങിൻ്റെ 980 Pro അത്യാവശ്യം നല്ല Gen 4 നല്ലൊരു SSD തന്നെയാണ്. ഡീപ് കൂൾഡ് Infinity LS520 കൂളറും ഓക്കെയാണ്. ബട്ട് 5600Xന് ആ കൂളറിൻ്റെ ആവശ്യമില്ല, ടു ബി ഫ്രാങ്ക്. സോ എൻ്റെ ഒരു സജഷൻ, ഞാൻ പെർഫോമൻസിന് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. സോ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത കോമ്പണൻസ് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതും കുറച്ച് ലുക്സ് വൈസ് ബെറ്റർ ആയിട്ടുള്ളതാണ്. സ്പെഷ്യലി അസ്യൂസിൻ്റെ ROG Strix B550 ആക്ച്വലി 5600Xന് ആവശ്യമില്ല. പിന്നെ അത്രയും ഹൈ എൻഡ് ബോർഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ Ryzen 7000ലോട്ട് പോകുന്നതായിരിക്കും. ബിക്കോസ് മോസ്റ്റ് കോമ്പണൻസും നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് കുറച്ച് കൂടുതൽ നല്ല ബഡ്ജറ്റുള്ള ബിൽഡാണ് നോക്കുന്നതെങ്കിൽ 5600X എടുക്കാതെ 7000 സീരീസിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഏതൊക്കെ ലാപ്ടോപ്പ് ബ്രാൻഡാണ്? ഗ്ലോബൽ വാറൻറ്റി എനിക്ക് അത്ര ഡീറ്റെയിൽസ് അറിയത്തില്ല, ബിക്കോസ് ഗ്ലോബലി ഓരോ റീജിയൻ വൈസ് അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഡീലേഴ്സും വേറെ ആയിരിക്കും. സോ ഇതിൽ ബെസ്റ്റ് നിങ്ങൾ ബ്രാൻഡിൻ്റെ ഡയറക്റ്റ് കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, MSI Modern 14 5500 HP 15 Ryzen 5 രണ്ട് പ്രോസസ്സേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. 5625U കുറച്ച് ഒരു പൊടിക്ക് ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ B550 DDR5 ആഡ് ചെയ്യാൻ പറ്റുമോ? DDR5 ആഡ് ചെയ്യാൻ പറ്റത്തില്ല B550യിൽ. B550 ബോർഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 5600X. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ CPU. അപ്ഗ്രേഡ് നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ, അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബോർഡ് ആണെങ്കിൽ 5800X ഓർ 5900X നിങ്ങളുടെ ബഡ്ജറ്റും അത്ര യൂസേജ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ 7K നല്ലൊരു AO ML240 RGB V2 ഫാൻ അടിച്ചു പോയി, റീപ്ലേസ് ചെയ്യാൻ. ആക്ച്വലി ML240 ഈ റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡീസൻറ്റ് കൂളർ തന്നെയാണ്. പിന്നെ ഈ റേഞ്ചിൽ വേറെ നോക്കുന്നുണ്ടെങ്കിൽ ഡീപ് കൂൾഡ് LS സീരീസ് നോക്കാം. എക്സ്പ്രഷൻ i5 പ്രോസസ്സർ, ഡെൽ ഒപ്റ്റിക്കൽ CPU ആണ്. 8GB എന്നിട്ടും നല്ല ലാഗ് ആകുന്നുണ്ട്. സൊല്യൂഷൻ വല്ലതും ഉണ്ടോ? സൊല്യൂഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഡെല്ലിൻ്റെ ഈ പറയുന്നത് ഐ തിങ്ക് പ്രീ ബിൽഡ് PC ആണ്. സോ ഇതിൽ i5 ഏത് ജനറേഷൻ ആണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന വർക്ക് ലോഡ് അനുസരിച്ച് ലാഗ് എന്തായാലും ഉണ്ടാകും. ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മേ ബി
GPU ഇല്ലെങ്കിൽ GPU ആഡ് ചെയ്യാം. GPU റിലേറ്റഡ് എന്തെങ്കിലും ടാസ്ക് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ എം എ വെഡിങ് ആൽബം ഡിസൈനർ യൂസിങ് i5 11500 Prime B560 Plus. Please help me add graphic card for better performance in Photoshop 2023 and Lightroom. Which graphics card is suitable and how much increase? Okay, so what I understand is GPU upgrade നോക്കുന്നുണ്ട്, ഏത് GPU ആണെന്നാണ്, ആൻഡ് പെർഫോമൻസിൽ ഇൻക്രീസ് എത്ര ഉണ്ടാവുമെന്ന്. പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് എത്ര ഉണ്ടാവുമെന്ന് എനിക്കത് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇട്ട് യൂസ് ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഫോട്ടോഷോപ്പ് ആൻഡ് ലൈറ്റ് റൂമിൽ കുറച്ച് ബെറ്റർ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകും. ഇൻ കേസ് നിങ്ങൾ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ്, മൾട്ടിപ്പിൾ ഫോട്ടോസും GFX റിലേറ്റഡ് ആയിട്ടുള്ള പ്ലഗിൻസോ അതുപോലത്തെ എഫക്ട്സ് ഒക്കെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ആകും. പിന്നെ റാമിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. റാമും മേ ബി 16 to 32 GB ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. GPU എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ ചൂസ് ചെയ്യാം. സ്റ്റാർട്ടിങ് അറ്റ്ലീസ്റ്റ് ഒരു യൂസ്ഡ് 1660 സൂപ്പർ ഓർ അതിന് മേലോട്ട് നോക്കാം. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 3060 നോക്കാം യൂസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റൻ, പ്രോസസ്സറിൽ തെർമൽ പേസ്റ്റ് ഫസ്റ്റ് അപ്ലൈ ചെയ്താൽ പിന്നെ ചേഞ്ച് ചെയ്യണോ? നോർമലി ഒരു 1 year വരെ നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ ഹെവി യൂസ് ഒക്കെ ചെയ്യുന്നവരാണ്, ഫുൾ ടൈം റെൻഡറിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ 6 to 8 month്സിൻ്റെ ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ്, എനിക്ക് 1660X സൂപ്പർ വാങ്ങണമെന്നുണ്ട്, പക്ഷേ മോണിറ്റർ HDMI സപ്പോർട്ട് അല്ല, VGA ഓൺലി ആണ്. ഓക്കെ, VGA to HDMI കണക്ടർ കൊണ്ട് ഈ ഗ്രാഫിക്സ് കാർഡ് കൺവേർട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റും, നോ ഇഷ്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഡെല്ലിൻ്റെ ഏലിയൻവെയർ ലാപ്ടോപ്പ് എടുക്കുന്നത് എന്താണ് അഭിപ്രായം? ഒരു 1.5 ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാമോ? ഏലിയൻ വെയറിന് ഇൻറ്റൽ ഓർ? ഓക്കെ, ഏലിയൻ വെയർ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ലാപ്ടോപ്പ് ലൈനപ്പ് തന്നെയാണ് ഫ്രം ഡെൽ. 1.5 റേഞ്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്, നിങ്ങൾക്ക് ഇത് വേണോ ചൂസ് ചെയ്യാം ലാപ്ടോപ്സ്. എന്തായാലും തൽക്കാലം റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ AMD RX 6700 non-XT ആൻഡ് PS5 GPU. ഓക്കെ, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസിൻ്റെ ഞാൻ എന്തായാലും ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഇഷ്ടംപോലെ കിട്ടും. അതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഒരു ഡെസ്ക്ടോപ്പിൽ ആവശ്യമുള്ളതിൽ കൂടുതൽ പവർ ഉള്ള PSU വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വോൾട്ടേജ് കൂടി, പാർട്സ് ഡാമേജ്, അങ്ങനെ വെക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇൻ കേസ് നിങ്ങൾ ഫ്യൂച്ചർ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഹയർ പവർ സപ്ലൈ വെക്കുന്നതും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് പ്രത്യേകിച്ച് ഒരു അപ്ഗ്രേഡും ഇല്ല, ഒന്നുമില്ല, ഒരു ആവശ്യമില്ല വെക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി വേസ്റ്റ് ഓഫ് മണി, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റൻ, 5700Xന് പറ്റിയ ഒരു GPU സജസ്റ്റ് ചെയ്യാമോ? RTX സീരീസ്. ഓക്കെ, 5700Xന് ഇവിടെ നിങ്ങളുടെ ബഡ്ജറ്റ് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. ഒരു ബെസ്റ്റ് GPU സ്റ്റാർട്ടിങ് 3060 Ti നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഡിപ്പെൻഡ് ചെയ്യുമല്ല. അല്ലെങ്കിൽ 3070 Ti യൂസ്ഡ് ആയാലും കുഴപ്പമില്ല, 6800XT നോക്കാം യൂസ്ഡ്, 6700XT യൂസ്ഡും കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റൻ, GTX 1650 ഫോർ Intel i7 7700, ഇത് മാച്ച് ആവോ? 1650 നല്ല GPU ആണോ? ഓക്കെ, 1650 നല്ല GPU ആണോ എന്ന് ചോദിച്ചാൽ പുതിയത് എടുക്കാനാണെങ്കിൽ അത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇപ്പം കുറച്ച് ലോ എൻഡ് ആയിട്ടുണ്ട്. യൂസ്ഡ് മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ ഏകദേശം സിമിലർ പ്രൈസിങ്ങിൽ നമുക്ക് RX 6600XT ഒക്കെ അവൈലബിൾ ആണ്. സോ 1650 എന്തായാലും ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് അത്രയും ലോ ബഡ്ജറ്റ് ആണെങ്കിൽ മാത്രം 1650 റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ്, പ്ലീസ് സജസ്റ്റ് ആൻ അപ്ഗ്രേഡ് ഫോർ മൈ Dell Optiplex 9020 CPU i7 4700. ഓക്കെ, can I add an NVMe SSD on PCI add-on card? ഓക്കെ, ഇതിൽ അപ്ഗ്രേഡ് മീൻസ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഓൺലി PCI NVMe അപ്ഗ്രേഡ് ആണോ എന്ന് മനസ്സിലായിട്ടില്ല. NVMe SSD വെക്കാൻ ഉദ്ദേശമുണ്ട്, ആൻഡ് അതിൽ സ്ലോട്ട് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അഡാപ്റ്റർ വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ പഴയ പ്രോസസ്സർ i7 4th ജനറേഷൻ പ്രോസസ്സർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ NVMe സ്പീഡൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ബെറ്റർ ഒരു നോർമൽ SATA SSD യൂസ് ചെയ്യുന്നത് തന്നെ ഈസ് ഇനഫ്. നിങ്ങൾ ഈ NVMe അഡാപ്റ്റർ കാർഡ് വാങ്ങിക്കാനും NVMe SSD വാങ്ങിക്കാനും അത്ര വേർത്തൊന്നുമല്ല ഈ ഒരു മദർ ബോർഡ്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് SATA SSD നോർമൽ SATA ഈസ് മോർ ദാൻ ഇനഫ്. സോ എനിവേസ് ഗൈസ്, അതായിരുന്നു ഇന്നത്തെ askTKF എപ്പിസോഡ്. സോ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ക്വസ്റ്റ്യൻസ് ഓർ ക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാം യൂസിങ് #askTKF. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ എന്തെങ്കിലും അർജൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അർജൻറ്റ് ക്യൂറി ആണ്, നിങ്ങളൊരു PC പെട്ടെന്ന് എടുക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ സ്പെക്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സോ എന്തെങ്കിലും അർജൻറ്റ് മാറ്റർ ആണ്, അല്ലെങ്കിൽ PC ബിൽഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പിൽ ഡയറക്റ്റ് അപ്പോൾ തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.